ഹലോ ഹലോ, കുറേ ആയല്ലോ കണ്ടിട്ട്. വെഡ്ഡിങ് ഒക്കെ അല്ലേ, 2 കപ്പിൾസ് ഒരുമിച്ചല്ലേ വെഡ്ഡിങ്. എനിക്ക് സന്തോഷമായി. എന്നാലും എടാ നിന്നെ വിളിക്കാനൊന്നും പറ്റില്ല, സോറി. എന്നാലും നീ വന്നല്ലോ, സന്തോഷം. നിൻ്റെ അവിടുത്തെ പഠിത്തം എങ്ങനെ പോകുന്നു? ആരെങ്കിലൊക്കെ ആയോ? നമ്മളൊക്കെ ആര് നോക്കാനാണോ എന്തോ. നമുക്കങ്ങനെയൊന്നും ഒന്നുമില്ല. നമ്മൾ സിംഗിളാണ്, സിംഗിൾ പാസിംഗ. നല്ലതാണ്, സിംഗിൾ ചെയ്തോ, അതാ നല്ലത്. ഇതാരാ, കാർത്തികേട്ടൻ്റെ ട്വിൻ വല്ലതും ആണോ? ഒരേ കൂട്ടുണ്ടല്ലോ. അല്ല മോളെ, ട്വിൻസ് ഒന്നുമല്ല. ഇത് കാർത്തികൻ്റെ അനിയത്തിയായിട്ടൊരു ഇതിന് നമ്മൾ പഠിക്കാൻ പോയ സമയത്ത് വിളിക്കാനൊന്നും പറ്റിയില്ല, അതാ പറഞ്ഞത്. എനിക്ക് പ്രതിഭ ഇഷ്ടമാണ്. ഇവരോട് ഏറ്റവും ആദ്യം പറഞ്ഞു. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു. ഞാനും നിവ്യ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ്. നമ്മൾക്കൊരു കെട്ടായിരുന്നു, ഫ്രണ്ട്സായിരുന്നു. നമ്മൾ ഹൈസ്കൂളിൽ +2 വരെ ഒരുമിച്ചായിരുന്നു. പിന്നെ ഇവള് ബാംഗ്ലൂർക്ക് പോയി നേഴ്സാണ് പഠിക്കാൻ. എന്നിട്ട് അവിടുന്ന് അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് അവൾ വരുന്നത്, അല്ലേടി? യാ ഓഫ് കോഴ്സ്. ഞാൻ ഇന്നലെ വന്നല്ലോ, സന്തോഷിക്കൂ. കാർത്തികേട്ടൻ്റെ അനിയത്തിയുടെ പേരെന്താ? എൻ്റെ നെയിം അറിയത്തില്ലേ? ഇങ്ങനൊരു ആളുണ്ടായിരുന്നു അറിയാമോ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ലെന്നേ. നെയിം പറ, ആരാന്ന് നോക്കട്ടെ. എൻ്റെ നെയിം കാർത്തിക. നൈസ് നെയിം. എൻ്റെ നെയിം പാർവതി. ഹായ്, എൻ്റെ ശിവേട്ടൻ്റെ പെണ്ണ് പാർവതി. അപ്പോൾ ശിവപാർവതി. ശിവപാർവതിയോ? കൊള്ളാലോ. അതെ, ശിവപാർവതി കൊള്ളാട്ടാ. അല്ലേ ഈ കാർത്തിക പൊളിയല്ലേ. ഞാനേ ഒരാൾ പറ്റിക്കട്ടെ, അത് ഷാളൊക്കെ. ഓക്കെ, ആരെയാ? അതൊക്കെ പറയാന്നേ. എന്നാൽ ഞാനും വരട്ടെ? എന്നാ പിന്നെ വാന്നേ. സെറ്റ്. എന്നാൽ ഞാനും ഒരാളുടെ അടുത്തോട്ട് ഒന്ന് പറ്റിക്കാൻ പോട്ടെ. ആ ആളെയൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. ചെല്ല് ശിവൻ്റെ അടുത്തോട്ട് ചെല്ല്. ചേച്ചി, എനിക്ക് നാണമാകുന്നു. ഐ ആം ബിക്കമിങ് സോ ഷൈ. നീ എങ്ങനെ ഷൈ ആവാതിരിക്കും? അങ്ങനെയുള്ള ഒരാളുടെ അടുത്തല്ലേ നീ പോകുന്നേ. ഞാൻ പോട്ടെ ഇവിടെ നിന്നാൽ ഞാൻ ചിരിച്ചാവും. അങ്ങനെ അവർക്ക് പോകുന്നിടത്തോട്ട് പോയി. ഹലോ സാർ, അവിടെ എന്താ പരിപാടി? അവിടെ തൽക്കാലം പോയിട്ട് പരിപാടിയില്ല. നീ എന്താ ഇങ്ങോട്ട് വന്നേ? കെട്ടുവിനെ കാണാൻ. അല്ലാണ്ട് പിന്നെന്തിനാ? അല്ല, ഈ പറഞ്ഞ താനേതാ? നല്ല മുഖപരിചയം, പക്ഷെ ആളെ മനസ്സിലാവുന്നില്ല. അല്ല, ഓഹോ, അപ്പം ഇനി അറിയില്ലേ ഇപ്പം? ഹേയ്, ഇത് നമ്മുടെ കാർത്തിൻ്റെ അനിയത്തിയാ, കാർത്തിക. എന്നെ കാണാൻ ലുക്കല്ല ഗൈസ്, പ്രത്യേകിച്ച് ഇന്ന്. പിന്നല്ലേ, എൻ്റെ പെണ്ണ് ലുക്കല്ലേ. ഇന്ന് ഞാൻ നല്ല ലുക്കായിട്ടുള്ള സമയത്ത് ഒരു ഫോട്ടോ എടുത്തരോ കാർത്തിക പ്ലീസ്? എടുത്തരാൻ പുല്ല്, വാ നിൽക്ക്. നല്ല ഭംഗിയല്ലേ കാർത്തിക്? പിന്നെ സൂപ്പർ കോംബോ അല്ലേ. എവിടെ ഫോട്ടോ എടുത്താൽ നോക്കട്ടെ. എപ്പോഴത്തേക്കും പറയാം, ഞാൻ നല്ല ലുക്കായിട്ടുണ്ട് അല്ലേ? അപ്പം ഞാനോ? നീ ഹാൻസം അല്ലേ? രണ്ടും കൂടെ നിർത്തും മതി. കേട്ട് ഞാൻ മടുത്തു. ഹലോ മിസ്റ്റർ ഹസ്ബൻഡ്. നീ വന്നോ? എൻ്റെ പെറ്റത് എങ്ങനെയുണ്ട്? കൊള്ളാം, പൊളിയായിട്ടുണ്ട്. പെറ്റിൻ്റെ നെയിം എന്താ? ഇവ വേറൊരു പെറ്റ് മാത്രമല്ല, എൻ്റെ മകനാണ്, എൻ്റെ ഫസ്റ്റ് സൺ. ഇവൻ്റെ പേരാണ് ടാനി. അമ്മയുടെ മോനെ ടാനി, ഇങ്ങോട്ട് വായോ. അപ്പോഴത്തേനും അമ്മയും മോനൊക്കെ ആക്കിയോ? എനിക്ക് വയ്യ. അല്ലേ എൻ്റെ പാർവതി, പൊളിയല്ലേ? അതെ, ഇപ്പൊ തൽക്കാലം ഈ ടാനിനെ ഞാൻ ആർക്കും തരുന്ന വിഷയമില്ല, ഞാൻ കൊണ്ടുപോകാണ്. ഈ പ്രോബ്ലം? നോ പ്രോബ്ലം. ഞാനിപ്പോൾ ഒരു സൂത്രം കാണിക്കാൻ വേണ്ടി വന്നേ, അത് കാണിച്ചിട്ട് പോവാം. നമ്മുടെ പ്രണയത്തിന്റെ പുല്ലാങ്കുഴൽ വീണ്ടും തയ്യാറായിരിക്കുന്നു കൃഷ്ണ. ഞാനും പിന്നെ ഈ പ്രണയത്തിന്റെ പുല്ലാങ്കുഴലും രണ്ടും നിന്നെ വിളിക്കുകയാണ് കൃഷ്ണ. വരൂ കൃഷ്ണ. എനിക്കൊന്നും പറയാനില്ല. ഇതൊന്നും ഷോർട്ട് ഫിലിമിലാണ് നമ്മൾ അഭിനയിച്ചല്ലേ, ഞാൻ നീയും. ചിരി വരുന്നത് അത്ര തല ചിരി വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ചല്ലേ. അയ്യോ, അതിന് നെക്സ്റ്റ് ക്ലിപ്സ് ഒക്കെ ഉണ്ടോ? പിന്നില്ലാതെ. കാണിക്കാനേ ഭർത്താവേ. നീ അങ്ങനെ വിളിക്കാൻ ശരിക്കും കഴിക്കാവുന്നു. ആണോ? സോറി. എന്തിനാ സോറിയൊക്കെ? സോറി വേണ്ടേ? വേണ്ട. അതെയോ? ഓക്കെ, ബാക്കി പ്ലേ ചെയ്യൂ. അറിയില്ല എപ്പോഴാണ് എങ്ങനെയാണെന്ന്.
പക്ഷെ ഞാൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു കൃഷ്ണ. എനിക്ക് വയ്യ. ഞാനിതൊന്ന് കണ്ടു കണ്ട് ചിരിച്ച കയ്യും കണക്കും ഇല്ല, അറിയോ നിങ്ങക്ക്? എന്നിട്ട് എന്നിട്ടെന്താ പെൺമഷൻ കിട്ടുന്ന നിനക്ക് ഞാൻ തിരിച്ചെത്തും. ആ പിന്നെ എൻ്റെ അനിയത്തി വന്നല്ലോ, കാർത്തിക, അവളെ കണ്ടോ? ഓ കണ്ട് പരിചയപ്പെട്ട്. നിങ്ങൾ രണ്ട് സിംഗിൾ അല്ലേ? ആ രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാൻ സമയമായി. എടാ ചേട്ടാ, നിന്റെ അനിയത്തി സുന്ദരമായിട്ടില്ലേ? പിന്നെ സുന്ദരായിട്ടുണ്ടല്ലോ, എന്ന് ചോദിച്ചേ? ആണോ? എന്നിട്ടെന്താ ഞാൻ ഇത്ര നാൾ സിംഗിളായിട്ടും ജീവിക്കുന്നത്? അത് ശരി. എടി, സിംഗിൾ ലൈഫ് ഈസ് ബെസ്റ്റ് ലൈഫ്. നമ്മളൊക്കെ ബെസ്റ്റ് ലൈഫാണ് ജീവിക്കുന്നത്. ആ ബെസ്റ്റ്, ഈ പ്രേമവിധികളോട് ജീവിച്ചാൽ നീ ഒരിക്കലും പ്രേമിക്കില്ല മോളെ. അതുകൊണ്ട് വേഗം രക്ഷപ്പെട്ടോ. എടി മതി, നിർത്ത്. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? എടാ ഏട്ടാ, എനിക്ക് എന്താ കുറവുള്ളത്? എനിക്കെന്താ ആരും നോക്കാത്ത? ഇതൊക്കെ എപ്പോഴാണ് തീരുവ? മേ ബി നിനക്ക് പ്രായമായിട്ടുണ്ടാവില്ല കല്യാണം കഴിക്കാൻ. 22 വയസ്സായി, എനിക്ക് കല്യാണം പ്രായമായിരുന്നോ? ഈ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിരിക്കും നിന്റെ കല്യാണം ചെയ്യുമ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. കെട്ടുന്ന പെണ്ണിൻ്റെ അതോ ഗതി അല്ലേ? ഇതൊന്നും കേൾക്കാനുള്ള ത്രാണം എനിക്കില്ല. ഞാൻ പോട്ടെ, ബൈ. ഇന്ന് റിസപ്ഷൻ അല്ലേ, എല്ലാവരും വരുമല്ലോ. എനിക്ക് വയ്യ. പിന്നെ എനിക്കാണ് സന്തോഷം. എനിക്ക് നാട്ടിലെ കാണുന്നത് ഇഷ്ടമല്ല. ആഹാ, നല്ല ബെസ്റ്റ് നാട്ടുമാർ ഇങ്ങനെ തന്നെ വേണം. അച്ഛൻ ഇന്ന് സന്തോഷം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷനിലിരുന്ന്. അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം സെറ്റായോ? അതൊക്കെ അച്ഛൻ സെറ്റാക്കി മോളെ, സെറ്റ്. നിങ്ങൾ നാലുപേരും ചേർന്ന് നിന്ന് അച്ഛൻ കാണട്ടെ. എന്താ അച്ഛൻ സെറ്റാക്കി എന്ന് പറഞ്ഞേ? അത് മനസ്സിലായില്ല. അത് നമ്മൾ അറിയേണ്ടതാണ് അച്ഛൻ പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലല്ലോ. നിങ്ങളെയൊക്കെ ഒന്നിച്ച് കാണുന്നുണ്ടായിരുന്നു, നടന്നു, സന്തോഷമായി. അതെ അങ്കിൾക്കിന് കല്യാണം കഴിയാത്ത ഏതെങ്കിലും മക്കളുണ്ടോ? അതെന്തിനാ മോളെ? ചെറുതായിട്ടൊന്ന് കെട്ടാൻ എനിക്ക് കെട്ടാൻ ഭയങ്കര ആഗ്രഹം. അങ്കിൾ ഇവിടെ അല്ലാത്തതുകൊണ്ട് മാത്രം പറയുന്നില്ല, ഭ്രാന്താണ് അവൾക്ക്. സാരില്ല മോളെ, ഉണ്ടായി ഞാൻ കെട്ടിച്ചിട്ടായിരുന്നു. ഇപ്പം 2 എണ്ണം സോൾഡൗട്ടായി പോയി. വേണമെങ്കിൽ ഒരു സീസൺ 2 ഒക്കെ വേണമെങ്കിൽ നിന്റെ കല്യാണം കാർത്തിൻ്റെ കല്യാണം കൂടെ ഞാൻ നടത്തിത്തരാം. സീനില്ല. അതിനുവേണ്ടി സീസൺ 2 വെക്കാൻ പറ്റുമോ? അതേ കമൻറ്റ് അനുസരിച്ചിരിക്കും വെക്കണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ കമൻറ്റ് ഇട്ടോളൂ. അങ്ങനെ സീസൺ 2 ഒക്കെ ഉണ്ടാക്കിയിട്ട് കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യം, അതുകൊണ്ട് നീ കെട്ടുക വേണ്ട. മതിയുടെ നിർത്ത് കുറെ നേരമായിട്ട് പറയാൻ തുടങ്ങിയിട്ട്. മാതാജി ഓൺ ഫയർ. അതേ പിള്ളേരെ നാട്ടുകാരൊക്കെ വന്നു തുടങ്ങി. നിങ്ങൾ ഇവിടെ ഇങ്ങനെ കഥയും പറഞ്ഞ് നിൽക്കുവാണോ? മകളേതാ കുറെ ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ ഇന്നാ വന്നേ. ഇവരൊക്കെ എന്തിനാ വന്നേ? അച്ഛൻ ഞങ്ങൾ വരുന്നു കേട്ടോ. ഹലോ അങ്കിൾ, കുറേയല്ലോ കണ്ടിട്ട്. സുഖമല്ലേ? അങ്കിൾ എന്താ സുഖത്തിന് പറയുന്നത്? നല്ല സുഖമല്ലേ? മോക്ക് സുഖമാണോ? അങ്കിൾക്കറിയോ, അങ്കിൾ കല്യാണത്തിന് വരാത്തോട്ട് ഞാൻ ഇത്രയും നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ അങ്കിളെ മിസ് ചെയ്ത് ഞാൻ. ബെസ്റ്റ്. എൻ്റെ പൊന്നുമോളുടെ കല്യാണത്തിൽ അങ്കിൾ വരാതിരിക്കുമോ? അതൊക്കെ എനിക്കറിയാം, പക്ഷെ എന്തെങ്കിലുമൊക്കെ തിരക്ക് കാരണം അങ്കിൾ വന്നില്ലെങ്കിലോ ഒന്ന്. എത്ര തിരക്കുണ്ടായിട്ടും എൻ്റെ മോളുടെ കല്യാണത്തിൽ വരാതെ അങ്കിൾ ഇരിക്കുമോ? അതെനിക്കറിയാം. പിന്നെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു അങ്കിളെ? ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നു മോളെ. മോളുടെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? എൻ്റെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നു. അതല്ലേലും അത്രേ ഉള്ളൂ. എൻ്റെ മോളല്ലേ നോക്കുന്നേ. മോൾ ഇവിടെ നിൽക്കുമായിരുന്നോ? മോളുടെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലേ. അതെ, എല്ലാവരും വന്നു. അങ്കിളെ ഞങ്ങൾ പോവാം കേട്ടോ. ഓക്കെ, ബൈ. പോയിട്ട് വാ മക്കളെ. അങ്കിൾ അപ്പുറത്തോട്ടൊക്കെ പോട്ടെ. ഈ പോസ് കൊള്ളത്തില്ലേ? ഇത് മതി, ഇത് സൂപ്പർ അല്ലേ? ഓ മൈ ഡിയർ ശിവേട്ടാ, സുഖല്ലേ? ഇതാരാ ഈ ഒരു പുതിയ അവതാരം? താങ്കളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ കാണാൻ സാധ്യതയില്ല, കാരണം എത്ര നാളും കുറേയായിരുന്നു, അറിയോ? ഓ മൈ ഡിയർ ബിസിനസ്സുകാരാ താങ്കളായിരുന്നോ? അപ്പം പാറു പറഞ്ഞ് കരയാറുള്ള ആ ഒരു പ്രദീപ് ഇതാണല്ലേ? എന്തെങ്കിലും കാണാൻ കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. എൻ്റെ ശിവാനി ചേച്ചിയുടെ ഭാഗ്യം. എന്തായാലും കാണാൻ പറ്റിയതിൽ സന്തോഷം. എൻ്റെ പേര് നജ. ഞാൻ, ശിവാനി, നിവ്യ, പാർവതി എല്ലാവരും ഒരു റൂമിലാണ് നിന്നത്. ഹോസ്റ്റലിൽ നമ്മളെല്ലാവരും ഒരു റൂമിലായിരുന്നു.
നമ്മളങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മളൊരു ഗ്രൂപ്പായിരുന്നു. നമ്മൾ എല്ലാമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ അല്ലേ, വെരി ഗുഡ്. എൻ്റെ മുത്തേന്ന് വെച്ചാൽ നീ വന്നോ? നിൻ്റെ കൂടെ 4 വർഷം ഞങ്ങളുണ്ടായിരുന്നോ? എന്നിട്ട് ഞങ്ങളുടെ 2 പേരുടെയും 3 പേരുടെയും കല്യാണം സ്കിപ്പ് ചെയ്ത് നീ അങ്ങോട്ട് പോയതാ? മൊത്തം കൺഫ്യൂഷൻ. ആരാ 3ാമത്തെ ആള്? എന്താടി നീ എന്നെ എഴുതി തള്ളിയോ? ശിവനും നീ ഇവളും ഞാനും. അപ്പം 3 ആയില്ലേ? എടാ നിവ്യ വന്നില്ല, അവളെ കണ്ടില്ലല്ലോ. സോറി മുത്തേ, എഴുതി തള്ളിയതൊന്നുമല്ല. ഞാൻ പെട്ടെന്ന് നിങ്ങൾ 2 പേരും കാര്യം ഓർത്തുള്ളൂ. ശിവേട്ടനെ മറന്നുപോയി, അതാ. സോറി കേട്ടോ. പിന്നെ നിവ്യ ഞാനവൾ ഒരുമിച്ച് വന്നേ. അവൾ അവിടെ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഹലോ ഈ മുത്തുമണി, ഞാനില്ലാതെ നിങ്ങൾക്കൊരു കല്യാണമോ? അസംഭവ്യം. അതെ അസംഭവ്യം. അപ്പം സുഖമല്ലേ എല്ലാവർക്കും? ഇനി നമുക്ക് കുറച്ച് പഴങ്കഥകൾ കേൾക്കാം. 2 പേര് കമ്മിറ്റായി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ വന്നതായിരുന്നു ഹോട്ടലിൽ നിന്ന്. അപ്പം ആളൊരു ഞെട്ടിക്കുന്ന വാർത്ത, വരണമെന്ന് പറഞ്ഞു വീട്ടിലേക്ക്. അങ്ങനെ അവൾ വീട്ടിലോട്ട് നമ്മളെല്ലാവരും കൂട്ടിപ്പോയി. അപ്പോഴാണ് അറിഞ്ഞത് കുറേയിലോട്ട് പോകണമെന്ന്. അങ്ങനെ അവൾ പോയി. 2 കൊല്ലം കഴിഞ്ഞ് അവളോട് ചേട്ടൻ തിരിച്ചു വന്നു. അപ്പം തിരിച്ചു വന്ന സമയത്ത് ഒരാൾ അവളുടെ മനസ്സിലുണ്ടായിരുന്ന പ്രേമം പറഞ്ഞു. അപ്പം തിരിച്ചും തനിക്ക് അങ്ങനെ ഒരു പ്രേമം അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു എന്ന് മറ്റേ ആൾ പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാം സെറ്റായി. അങ്ങനെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അങ്ങനെ റിസപ്ഷൻ വരെ എത്തിയിരിക്കുന്നു. ഈ കഥയെ കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ജീവിതമായി സമയം തോന്നുന്നുണ്ടോ? തെണ്ടി പട്ടി. ഞങ്ങളുടെ കഥ ഞങ്ങളോട് തന്നെ പറഞ്ഞിരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു സൈക്കോയെ? അത് പിന്നെ ഇതൊക്കെ അല്ലേ രസം, അല്ലേ? അതെ. അങ്ങനെ ഗൈസ്, നമ്മൾ കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ കൂട്ടത്തിൽ എത്ര സിംഗിൾസ് ഉണ്ട്? ഫസ്റ്റ് 1 കാർത്തി, സെക്കൻഡ് 1 കാർത്തിക, തേർഡ് ഞജ, 4th നിവ്യ. പിന്നെ ആരായിരുന്നു? പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ. ആരായിരുന്നു? നീ മറന്നോ? നമ്മുടെ നിവ്യയുടെ ചേച്ചിമാര്. അത് തന്നെ. വളരെ സന്തോഷമായി ഈ ദിവസം നമുക്ക് കിട്ടി. ഇത്രയും നല്ല ഹാപ്പി ആയ സമയത്ത് എനിക്കൊരു സാഡ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. കാരണം എനിക്കും പാർവതിക്കും വിസ എടുത്തു. കാരണം അവിടെ വലിയ ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി പോയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഓഫീസിൻ്റെ കാര്യം നോക്കുക വേണ്ട, അതുകൊണ്ട് പോകണം. അപ്പം ഇന്നെ പറ്റിയ പോകണമെന്നാണ് അവൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യും. എന്താണ് നീയിപ്പോൾ എന്താ പറഞ്ഞേ? അപ്പം പേരിനൊരു കല്യാണം, അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നു. അപ്പം ഇത് നിന്നെ എപ്പോൾ കാണും? നിന്നോട് ഇഷ്ടം പറയാൻ ഞാൻ 4 വർഷം കാത്തു നിന്നു. പിന്നെ നിന്നെ എപ്പോൾ കാണും ഞാൻ? എൻ്റെ പൊന്നു ചേട്ടൻ, നിങ്ങൾ എന്താണ് പറയുന്നത്? എൻ്റെ അളിയ എന്നെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു? അവള് അപ്പം ഇന്ന് നിങ്ങളെല്ലാം പോവോ? വെരി ഗുഡ്, പോയിക്കോ, എല്ലാം പോയിക്കോ. നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് എപ്പോൾ വരുവാന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? 2 months, 3 months, 4 months, ജസ്റ്റ് 1 year കഴിഞ്ഞ് ഞങ്ങൾ വേഗം വരും. 1 ഇയറോ? എന്തിനാ 1 ഇയർ? അവിടെ ജീവിതം മുഴുവൻ ജീവിക്കാം പോരെ? ഞാനിവനോട് ഇഷ്ടം പറഞ്ഞതിൻ്റെ പിറ്റേന്ന് കുറേ പോയിട്ട് 2 വർഷം ഞാൻ അവിടെ നിന്നു. ഇനി വീണ്ടും അവൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം വീണ്ടും അങ്ങോട്ട് പോവാ. ഇതാ നോക്ക്, എല്ലാം നല്ലത്. നമുക്ക് ഇന്നെ ഫോൺ തരും കേട്ടോ. എനിക്ക് ഭ്രാന്ത്, എനിക്ക് പോവണ്ട. എനിക്ക് എൻ്റെ ജീവേട്ടൻ്റെ അവിടെ ജീവിക്കണേ. അയ്യോ എനിക്ക് പോവണ്ടേ, എന്നെ വെറുതെ വിടണേ. ഞാൻ വരത്തില്ലേ? അയ്യോ എന്നെ വിടണേ, ഞാൻ വരത്തില്ലേ. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല. അച്ഛൻ നമ്മുടെ വിസ എടുത്ത് കഴിഞ്ഞു. പന്ന തന്ത, ഇങ്ങനൊക്കെ എന്തിനാ കേടാ? അയ്യോ എനിക്ക് പോകണ്ട. അയ്യോ പോണേ തന്നെ പോവാ. എൻ്റെ കൊച്ചിനെ കൊണ്ടുപോവല്ലേ. അയ്യോ ഐ എം സോറി മൈ ഡിയർ വൈഫ്. ഇന്നെ പോയേ പറ്റും, എനിക്ക് വേറെ വഴിയില്ല. ഐ എം സോറി. അപ്പം എൻ്റെ ടിക്കറ്റ് സെറ്റല്ലേ? അതെ മുത്തേ, നമുക്കിപ്പോൾ പോയേ പറ്റും, വേറെ ഒരു വഴിയുമില്ല. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പോവാം, വേറെ വഴിയില്ലല്ലോ. മുത്തേ ഞാൻ പോയിട്ട് വരാം. ഒന്നും പറയില്ല എന്നോട്, ഞാൻ കരയും. പോലടി പൊന്നെ, നിന്നെ വിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. സാരില്ല, പോയിട്ട് വാ. നിനക്ക് പറയാം, ഞാൻ അങ്ങനെ പറയും. പോടാ. അങ്ങനെ ഒരുപാട് സങ്കടത്തിന് ശേഷം അവർ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ പോയി. ഇന്ന് അവർ പോയിട്ട് 5 വർഷം കഴിഞ്ഞു. അവർ തിരിച്ചു വരികയും ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നടക്കുകയും ചെയ്തു. അപ്പോൾ ഇനി വർഷങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് കാണാമല്ലേ? അതെ, 6 വർഷത്തിന് ശേഷം അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം ആ ഒരു കാഴ്ച കാണാൻ വരും എല്ലാവരും എൻ്റെ കൂടെ.
താങ്ക് യു ബേബി, എൻ്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ചിട്ട് ഗിഫ്റ്റ് തന്നെ. ഇറ്റ്സ് മൈ പ്ലഷർ ബേബ്. ആ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെയൊക്കെ. നല്ല എഫേർട്ട് ഇട്ടു തോന്നുന്നു. പിന്നെ ഇല്ലേ, ഫോട്ടോ ഒക്കെ നിനക്ക് വേണ്ടി അതുകൊണ്ട് ചെയ്തില്ല. ഓ മൈ സ്വീറ്റ് ഹസ്ബൻഡ്, താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ബേബി. ഐ ലവ് യു ടു മുത്തേ. ഒത്തിരി ഒത്തിരി ഇഷ്ടമായിരിക്കും നിന്നെ. അയ്യോ ഇത് മഴ പെയ്യുന്നു, അകത്തോട്ട് പോവാം. നീ നനഞ്ഞോ നനഞ്ഞോ? ഇല്ല, നല്ല മഴയാ. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് നിൽക്ക്. അനങ്ങല്ല കേട്ടോ. അതുകൊണ്ട് നീ നനവില്ലേ? ഓ നനഞ്ഞോട്ടെ. അടുത്ത് നിൽക്ക് മനുഷ്യ. ഹേയ്, എന്താ ഇഷ്ടമില്ലേ? പിന്നെ ഇഷ്ടമോ? പോ. എടി നോക്ക്, ആൻറ്റി ഞങ്ങളെ കിസ് ചെയ്യുന്നു. ഒന്ന് വായോ മനുഷ്യ, നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. ഒരു പയ്യെ പോടിയാ, പിള്ളേർ നമ്മളെ ഒന്നും ചെയ്തൊന്നുമില്ല. നിന്റെ ചേച്ചിയുടെ പിള്ളേരെ ചെയ്തേക്കും ചിലപ്പം. ആണോ? നമുക്ക് ആ പ്രപ്പോസൽ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്താലോ? Your choice, baby. If you want, whatever you do. Okay. Excuse me, I love you. പോട്ടെ. എന്നോട് പറഞ്ഞിട്ട് പോ. എടാ നിന്റെ ചേച്ചിയുടെ കുരിപ്പുകൾ പറഞ്ഞോടാ എന്നെ കാണാൻ രസമില്ലെന്ന്. പറ എന്നെ കാണാൻ രസമുണ്ടോ ഇല്ലയോ? രസല്ലേ? പറയാം, ബായ്, ഇവിടെ ഇരിക്കുക. പറ എന്നെ കാണാൻ രസമുണ്ടോ? നല്ല ഭംഗിയല്ലേ കാണാൻ? ബട്ട് അവർ പറഞ്ഞു അല്ലെന്ന്. ചുമ്മാ പറയുന്ന, ഇവിടെ ഇരിക്കുക. എന്ത് പറ്റി? നിന്നെ കാണാൻ എന്ത് രസാ? അവർക്ക് എങ്ങനെ പറയുന്നത് നിന്നെ കാണാൻ ഭംഗിയില്ലെന്ന്? സത്യമായിട്ടും അങ്ങനെയാണോ? സത്യമായിട്ടും അങ്ങനെ തന്നെയാ. എന്ത് രസാ കാണാൻ? റിയലി? സത്യമായിട്ടും അത്ര ബ്യൂട്ടിഫുള്ളാ? You look so beautiful.